നിനക്കറിയാം നീ എന്താ ചെയ്തെന്ന്. എന്റെ എത്തിക്സിന് നിരക്കാത്ത കാര്യടി നീ എന്നെ കൂടെ ചെയ്യിച്ച്. എന്റെ എന്റെ ഫ്രണ്ടിന്റെ പെങ്ങളെയാണ് ഞാൻ സ്നേഹിച്ചത്. എന്തായി പറയുന്നേ? ഞാനതിൽ എന്ത് ചെയ്തെന്ന ആരെയും കാണും. നീ ഇതിൽ എന്താ ചെയ്തേന്ന്? ഞാൻ മാറണോ? ഞാൻ എങ്ങോട്ടാ മാറണ്ടേ? അതുകൂടെ ഒന്ന് പറഞ്ഞോണ്ടാ, എന്നിട്ട് ഞാൻ മാറിത്തരാം. നീ ഇതിലൊന്നും ചെയ്തില്ലല്ലേ? എല്ലാം അറിഞ്ഞിട്ടല്ലേടി ഞാൻ ഒന്നിലേക്കും വരാതെ മാറി മാറി പോയപ്പോ എന്റെ അടുത്തേക്ക് ഓരോന്നിനായിട്ട് കയറി വന്നത് നീയല്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തേന്നു? താൻ എന്തൊക്കെയായി പറയുന്നത്? ഇതിന് മാത്രം തനിക്ക് എന്നോട് ദേഷ്യം തോന്നാൻ ഞാൻ എന്താ തന്നോട് ചെയ്തേ? എന്നെ കണ്ട അന്ന് മുതൽ തുടങ്ങിയതല്ലേ തനിക്ക് എന്നോട് ദേഷ്യവും വെറുപ്പും ഉറപ്പുമൊക്കെ? മതി, ഇനി എനിക്ക് വയ്യ. താൻ എന്താ പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. താൻ എന്ത് ചെയ്താലും അതിന്റെ ഒക്കെ കാരണം ഞാനാണ്. സമ്മതിച്ചു, താൻ ആരെയോ സ്നേഹിച്ചു, അതിനുള്ള കാരണം ഞാനാണ്. പോരെ, വിട്ടേക്ക്. എനിക്ക് നിന്റെ അടുത്ത് അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. എന്തിന് കണ്ടാൽ തന്നെ എടുത്തെറിയാനുള്ള അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ പോലും അറിയാതെ ഞാൻ എപ്പോഴും നിന്നെ സ്നേഹിച്ചു പോയി. ഓരോ തവണ നീ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് മാറിപ്പോയത്. അന്നൊക്കെ ഞാൻ നിന്നെ വല്ലതും ചെയ്തു പോയി. ഇനി അതിന്റെ പേരിൽ ഈ സ്കൂളിൽ കൂടി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. കാരണം എനിക്ക് നിന്നെ എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കെന്നറിയില്ല. പക്ഷെ അതൊരു കാരണമില്ലാതായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി. എനിക്കിവിടെ ഉണ്ടായിരുന്നൊരു സന്തോഷം, അതായിരുന്നു നീന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സെക്കൻഡ് മുതൽ ഞാൻ പോലും അറിയാതെ നിന്നെ സ്നേഹിച്ചു പോയതാണ്. അയ്യോ വീഡിയോന്ന് നീ ഇങ്ങനെ നോക്കി നിൽക്കൊന്നും വേണ്ട. നീ ജയിച്ചോന്ന് വിചാരിക്കണ്ട. ഞാൻ നിന്റെ ഭംഗി കണ്ട് വീണോന്നില്ല. അങ്ങനെ വീഴാൻ മാത്രം പ്രത്യേകിച്ച് ഒരു കോലം ഇല്ല എന്നുള്ള കാര്യം നിനക്ക് ഞാൻ നന്നായിട്ട് അറിയാം. പിന്നെ ഓരോന്നും പറഞ്ഞു മനുഷ്യന്റെ നേരെ ഒട്ടി വന്നതും പോരാ, അതിനൊക്കെ മാറി രക്ഷപ്പെട്ടു വന്നപ്പോ അതിന്റെ ഇടയിൽ അവളോരോന്ന് തലയിലും തേച്ചു വന്ന് അതിന്റെ സ്മെല്ലും അടിച്ച് ഭ്രാന്തായി തലയും കുത്തനെ താഴത്ത് വീണപ്പോഴാണ് അവന്റെ പെണ്ണാണെന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നത്. ഇപ്പൊ നീ അവന്റെ പെണ്ണാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരിക്കലും ഞാൻ ചെയ്യൂലെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എന്റെ ഫ്രണ്ടിന്റെ പെണ്ണാണ് ഞാൻ. എനിക്ക് എന്റെ അടുത്ത് തന്നെ അറപ്പാവുന്നു. ഞാൻ എങ്ങനെ നിന്നെ പോലെ ഒരുത്തിനെ നീ എന്ത് കണ്ടിട്ടാണ് പോത്തെ മാപ്പുന്ന കണ്ണി എന്നെയൊക്കെ ഇഷ്ടപ്പെട്ടത്? ഇവനെന്തായി പറയുന്നു? അതിനെനിക്ക് ഇഷ്ടമില്ലല്ലോ. ഇവന് സിദ്ധുവിനോടെങ്ങാനും പോയി പറഞ്ഞ അയ്യോ എന്നെ ഇവര് രണ്ടുപേരും കൂടി കൊല്ലും. ഞാൻ എന്തോ ചെയ്യും? എന്തെങ്കിലും വഴി പറഞ്ഞോ, എന്തെങ്കിലും വഴി പറഞ്ഞതാ. എനിക്കൊന്നും ചെയ്യാനുമില്ല, ഒന്നും പറയാനുമില്ല, എന്നെ കൊണ്ട് പറ്റത്തുമില്ല. നീ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നോക്കുന്ന പെൺകുട്ടി. അത് എന്ത് കണ്ടിട്ടാണ് എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ അവന്റെ അടുത്ത് പറയാൻ പോവാ. ഇനി അവൻ പറയുന്ന പോലെ ബാക്കിയൊക്കെ എന്ത് വന്നാലും വേണ്ടില്ല.
ഞാൻ അവനോട് പറയാൻ പോകും. നിക്കടോ കൊലക്ക് കൊടുക്കരുതോ. താൻ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണോ അവനെങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ എന്നെ പച്ചയ്ക്ക് നിർത്തി കത്തിക്കും. അതുപോലെ അവന്റെ വീട്ടിലും പറഞ്ഞ ആകെ സീനായി എന്നെ വരെ വീട്ടിലിട്ട് മൂടി കെട്ടി മണ്ണിട്ട് മൂടി കത്തിച്ച്. എന്തിനാ വെറുതെ സീനുണ്ടാക്കുന്നത്? ഇപ്പൊ ഇത് നമ്മള് രണ്ടുപേരും മാത്രം വന്നാ മതി. വേറെ ആരും അവനെ കാല് പിടിച്ചു പറയാ പ്ലീസ്. പറ്റത്തില്ല. ഞാൻ അവന്റെ അടുത്ത് ഒന്നും വിളിക്കാൻ പോകുന്നില്ല. നിന്നോട് എനിക്ക് തോന്നുന്നതിന്റെ മുമ്പ് എനിക്ക് അവനെന്റെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയതാ. അവനോട് എനിക്ക് എന്തായാലും മാറ്റി വെക്കാൻ കഴിയില്ല. അവനവന്റെ പെണ്ണാന്ന് നീ പറഞ്ഞ ആ നിമിഷം തന്നെ ഞാനിത് പറയാൻ വന്നതാ. എനിക്ക് നിന്നോട് തോന്നിയത് എന്താന്ന്, നീ എന്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് നോക്കി. പക്ഷെ ഇതൊക്കെ നേരെ തിരിച്ചു വരുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. എനിക്ക് എന്തായാലും അവന്റെ അടുത്ത് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഞാനത് അവന്റെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. എനിക്ക് പറയണം. നീ വിട്ടേ. എടോ കാല് പിടിച്ച് പറയാടോ. വേണ്ടാത്ത പണിക്ക് നിക്കല്ലടോ. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ സീനാണ്. അല്ലെ നിക്ക് എനിക്ക് കുറച്ച് സമയം കൊണ്ടാ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എനിക്ക് അതിനുള്ള ടൈമെങ്കിലും ഒന്ന് ഞാൻ തന്നെ പറയാൻ നിന്നത് അവന്റെ അടുത്ത്. ഞാൻ പറയുന്നു, ഒന്ന് കേക്ക് പ്ലീസ് 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 പ്ലീസ്. നീ എന്താടി കാണിക്കുന്നടി? വിടടി. നീ എന്താ? എടോ ഞാൻ പിന്നെ എന്താണോ ചെയ്യണ്ടേ? എടോ താനിപ്പോ പറഞ്ഞാൽ നീ എന്തുണ്ടാവാൻ പോകുന്നെന്ന് എനിക്ക് മാത്രമേ അറിയൂട്ടു. താൻ അടങ്ങടോ. എനിക്ക് കുറച്ച് ടൈം കൊണ്ടാ ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഒരു 6 മാസം ടൈം വന്നാൽ മതി. ഞാൻ ഫുൾ കാര്യം പറഞ്ഞു തീർത്തോളാം. 6 മാസം? ഒന്ന് പോയേടി കോപ്പേ. എനിക്കിത് 10 മിനിറ്റ് വരെ അവന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. എന്നിട്ട് അവരുടെ 6 മാസം നടക്കുന്ന കാര്യമല്ലോ പറ. ഞാൻ അവരുടെ അടുത്ത് പറയാൻ പോവാ. എടോ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ കാല് പിടിച്ചു പറയാം. കുറച്ച് ടൈം കൊണ്ടാ. താനിതിപ്പോ അവിടെ പോയി പറഞ്ഞിട്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന് തനിക്കറിയോ? ഓ ശരി, മോങ്ങണ്ട. പക്ഷെ 6 മാസമൊന്നുമില്ല, 2 ആഴ്ച. 2 ആഴ്ചയുടെ ഉള്ളിൽ നീ അവന്റെ അടുത്ത് ഈ കാര്യം എന്താന്നുള്ളത് ആദ്യം മുതൽ ഈ ഒരു സെക്കൻഡ് വരെ ഉണ്ടായ കാര്യം നീ അവന്റെ അടുത്ത് തുറന്നു പറയണം. കേട്ടോ? 2 ആഴ്ച? എന്റെ മഹാദേവ, ഇവനിതെന്തായി പറയുന്നു? ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞാക്കി ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. ശരി, 2 ആഴ്ചക്ക് 2 ആഴ്ച സമ്മതിച്ചു. ഇപ്പൊ താനൊന്നും പറയല്ലേ. തന്റെ കാര്യം ഞാൻ പിടിച്ചു. താനൊന്നും പറയല്ലേ കേട്ടോ. താൻ പേടിക്കൊന്നും വേണ്ട. അവൻ അറിഞ്ഞാലും അവൻ വലിയ സീനാക്കില്ല. കാരണം അവനെന്നെ ഒരുപാട് കാര്യം എനിക്കറിയാം. തനിക്ക് എന്നോടുള്ള ഇഷ്ടം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ലെങ്കിലോ എന്നുള്ള പേടിയാണ് തനിക്ക്. പക്ഷെ അങ്ങനൊന്നും ഉണ്ടാവില്ല. താൻ പേടിക്കണ്ട. താൻ ധൈര്യമായിട്ട് പറ. ഇവനിത് എന്ത് ഇഷ്ടത്തിന്റെ കാര്യം പറയുന്നത്? ഈ കാട്ടുപോത്തെങ്ങാൻ ഞാൻ പറ്റിക്കാണെന്ന് എങ്ങനെ അറിഞ്ഞ? അമ്മേ, എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്താടും താൻ ഇതെങ്ങനെ നോക്കുന്നു? ഇങ്ങനെ നോക്കി നിൽക്കരുത്. മനസ്സിലായല്ലോ? എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെയാണ്. തനിക്ക് നന്നായിട്ട് അറിയാം. തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? പറയാം. താൻ ഇതിനെ പറ്റി സിത്തുവിന്റെ അടുത്ത് പറയരുത്. ഞാൻ പറഞ്ഞോളാം. അല്ലാതെ താൻ പറയരുത് പ്ലീസ്. ഓ, അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയത്തില്ല. പിന്നെന്തിനാ ഞാൻ അതല്ല ചോദിച്ചത്. തനിക്ക് എന്റെ അടുത്ത് വേറെ എന്തെങ്കിലും കാര്യം പറയാൻ എനിക്ക് തുറന്നു പറ. ഞാൻ പോകും. അത് എനിക്ക് ബാത്റൂം പോണം. എനിക്കിപ്പോ ബാത്റൂം പോണം. എന്ത്? എവിടെ പോണെന്ന്? അതെനിക്ക് പേടി വന്നാ അപ്പൊ ബാത്റൂം പോകാൻ വരും. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. പക്ഷെ എനിക്ക് പോവാനും പറ്റില്ല. താൻ അവനോടൊന്നും പറഞ്ഞേക്കട്ടെ. എന്റെ കൈയും കാലും വരച്ചോണ്ടിരിക്കും. ഇനി താൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഞാൻ പോയിക്കോട്ടെ. താനൊന്നും പറയില്ലാന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പോയിക്കോട്ടെ. അയ്യേ, ഇവിടെ നിന്ന് നാട്ടിക്കാതെ ഇറങ്ങിപ്പോടി. ഞാനൊന്നും പറയത്തൊന്നുമില്ല. ഇതെന്ത് സാധനമാണിത്? ഇതെന്ത് ജന്മാണിത് തക്കുരാനെ? ഇതിനൊക്കെ ഞാൻ എങ്ങനെ? എന്തോ നീ കക്കൂസ് പോകുന്നത്ര വലിയ തെറ്റാണോ? പോവാറില്ലേ? ഒന്ന് പോയടോ. ഈ ലൈസൻസ് ഇല്ലാത്ത നാക്കും ഇവിടെ ഇല്ലാത്ത പെണ്ണും.
എനിക്ക് കക്കൂസ്. തന്നെ മനുഷ്യനെ ചക്രശ്വാസം വലിപ്പിച്ചിട്ട് വന്ന് കിണിക്കുക നീ. നീ 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 എപ്പോഴാ വന്നേ? അല്ല, ഉണ്ണിക്ക് വല്ല പ്രശ്നമായോ അടിയൻ ഇങ്ങോട്ടേക്ക് കേറി വന്നത്? എന്തോന്നടേ കഥകളി കളിക്കുന്ന? അല്ല, നീ ഇപ്പൊ എന്തിനാ ചിരിച്ച്? അതുകൊട്ടെ, നീ കേറി വന്നപ്പോ എന്തിനാടാ ദേഷ്യപ്പെട്ടെ? എന്താടാ നിന്റെ പ്രശ്നം? വാങ്ങാടി തലയാ മണിമാണ്ടി പോറ. നീ ചുമ്മാ കയറി ചൊറിയാൻ നിൽക്കല്ലട്ടാ. നീ എന്തിനാണ് എന്റെ അടുത്ത് കള്ളം പറഞ്ഞേ? അവള് നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞേ? കള്ളോ? എന്താ ഉണ്ണി പറയണേ? നാം കള്ളം പറയേ? ഞാൻ സത്യം പറയാതിരുന്നിട്ടല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നീ കള്ളം പറഞ്ഞോന്നൊക്കെ പറയുന്നേ? നീ കളിക്കരുത്. എടാ, നിനക്ക് എന്റെ അടുത്ത് പറയായിരുന്നു. എടാ, ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയ നിന്റെ മുമ്പ്? എടാ, നീ എന്ത് കാണിച്ചു കൂട്ടിന്നാടാ പൊട്ട? എടാ, നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടാണോ നീ അവളെ പരിചയപ്പെട്ടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ, നീക്ക് ഒരുപാട് അങ്ങോട്ട് കാണിച്ചു കൂട്ടി. എടാ, ഞാനും നീയും തമ്മിൽ പരിചയപ്പെടുന്നതിന്റെ മുമ്പേ നിങ്ങൾ കണ്ട് വഴക്കിട്ട്. പിന്നെ ഞാനും നീയും അടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം അവൾ എന്റെ കസിനാന്നും പറഞ്ഞിട്ട് നീ അവളുമായിട്ടുള്ള പ്രശ്നം സോൾവ് ആക്കുന്നതിലും നല്ലത് അവൾ എന്താണെന്ന് അറിഞ്ഞതിന്റെ ശേഷം നീ സോൾവ് ആക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതിലൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അവക്ക് ഞാനൊരു വാക്കും കൊടുത്തേ, അവൾ എന്റെ കസിനാന്ന് ഞാൻ നിന്റെ അടുത്ത് പറയില്ല, അവളായിട്ട് തന്നെ പറയത്തുള്ളൂ. ആ ഒരൊറ്റ കാരണത്തിന്റെ പുറത്താണ് ഞാൻ നിന്റെ അടുത്ത് പറയാതിരുന്നു. പിന്നെ നീ അവളെ വഴക്കിടുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ ദേഷ്യം പിടിക്കുന്നതോ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അതും ഒരു കാരണമാണ്. എന്നാലും ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി. അല്ല, അതുകൊട്ടെ, ആരാണോ സച്ചി? ഏതാനാണോ സച്ചി? എന്റെ പേരെന്താ ഒന്ന് പറഞ്ഞേ നീ. എടാ ഡേവിൻ തോമസ് എന്ന മാങ്ങാണ്ടി തലയാ. എടാ, ഈ വീടെന്ന് പറയുന്നതേ അത് നീ വിചാരിക്കുന്നത് പോലെയല്ല. ഇതിന്റെ അകത്തുള്ള ഐറ്റങ്ങൾ മൊത്തം ഒരുമാതിരി കൂടോത്രങ്ങൾ ഒന്നാകെ അടച്ചു കൂട്ടിക്കൊണ്ട് നടക്കുന്ന സ്വഭാവമുള്ളവരാ. എല്ലാരും അല്ല, കുറച്ചൊക്കെ. അതിൽ മെയിനാണ് നീ പുറത്ത് കണ്ട വില്ലൻ. അങ്ങേരോടെങ്ങാനും നിന്റെ ജാതിയും നിന്റെ പേരും പറഞ്ഞാലേ എന്നെ നിന്നെ കൂട്ടിയിട്ട് കത്തിക്കും. മനസ്സിലായടാ? എടാ, നീയാടാ ഈ വീട്ടിൽ ആദ്യമായിട്ട് കാലുകുത്തിയ അന്യജാതിയായിട്ടുള്ള പുരുഷൻ. അഭിമാനിക്കടാ. എന്റെ കർത്താവ് ഈശോമിശിഹാ തമ്പുരാനെ, ഇന്നത്തെ കാലത്തുണ്ടോ ഇങ്ങനെയൊക്കെ? എടാ, അവൻ പറഞ്ഞപ്പോ ഞാൻ വലിയ കാര്യമാക്കില്ലട്ടാ. എടാ, പ്രശ്നമാവോ? കാലങ്ങാനം പോവോ? എനിക്ക് പുല്ലാണ്. പിന്നെ അങ്ങനെ കണ്ടപ്പോഴും എനിക്ക് തോന്നി ലേശം മുറ്റാണെന്ന്. പക്ഷെ സംസാരിക്കുന്ന രീതിയൊക്കെ വലിയ തരക്കേടില്ലാണ്ടെന്ന് തോന്നി. അതെന്താ, ആള് സ്ട്രോങ്ങാ? അത് മുറ്റല്ല, ഭൈരവൻ. എടാ, അയാള് പറയുന്നത് ഈ വീട്ടിൽ നടക്കും. എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഞാൻ അങ്ങനെ കാര്യം നോക്കാറുമില്ല. ഞാൻ എന്റെ ചെലവിൽ എന്റെ കാര്യം എന്റെ മാത്രമേ നോക്കാറുള്ളൂ. എന്താ പറയാ, എന്നാലും തല്ല് കിട്ടുമ്പോ പേടിയാണല്ലോ. എന്നെപ്പോ തല്ലാറില്ല, പക്ഷെ എനിക്കും കൂടിയുള്ളത് ചിലപ്പോ അവക്ക് കിട്ടും. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊന്ന് നടക്കും, അത്രേ ഉള്ളൂ. അവളെ തല്ലാനോ? അവളെപ്പോഴും തല്ലു? നീ എന്താണ് ഈ പറയുന്നത്? വലിപ്പം വെച്ചിട്ട് തല്ലി? ഞാൻ നിന്റെ അടുത്ത് പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവളുടെ അടുത്ത് വഴക്കിടല്ലടാ. കാരണം നീ അവിടെ കാണുന്ന കൂക്കിയല്ല ശരിക്കുള്ള കൂക്കി. ശരിക്കുള്ള കൂക്കിനെ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറും. ഒരു റൂമും 4 ചുവരും, അതിൻ്റെ ഉള്ളിൽ അവളുടെ ലോകം മാത്രം. അതിൽ ഞാനും അവളുടെ അച്ഛനും അവളുടെ അമ്മയും അവളുടെ അനിയ, അതുമാത്രമേ ഉള്ളൂ. വേറൊരാൾക്ക് അതിൻ്റെ അകത്തേക്ക് അവൾ ഇതുവരെ സ്ഥാനം കൊടുത്തിട്ടില്ല. അവൾക്ക് പേടിയാണ്. കാരണം അവൾ ആരോടടുത്താലും അവൾക്ക് ഇവിടെ നടിയാണ്. നിനക്ക് നമ്മുടെ അനീനെ അറിയില്ലേ? അനിയോടടുത്താ വരെ അവൾക്ക് ഇവിടെ നടിയിട്ടു. പക്ഷെ എന്തു വന്നാലും അതവൾ വിടില്ല. കാരണം അവളെ മനസ്സിലാക്കിയത് അവൾ മാത്രമാണ്. ഇതൊക്കെ എന്തോന്നാടാ? എനിക്ക് നീ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
കാരണം ഞാൻ അവൾ അവളുടെ അച്ഛനും അമ്മയും അത്രത്തോളം വാശിയിലും വീറോടെയും വളർത്തിയോണ്ടാണ് അവൾ അങ്ങനെ. ഞാൻ എടാ എനിക്കൊന്നും കത്തണില്ലടാ. എടാ അടക്കി ഒതുക്കി കിടത്തിയൊരു കൊച്ച് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇതെന്തോന്നടാ? എടാ നീ വിചാരിക്കുന്നത് പോലെ അവൾ അത്ര പാവൊന്നുമില്ല. അവക്ക് ആകെ പേടിയുള്ളത് നീ ഇവിടുന്ന് കേറി വന്നപ്പോ കണ്ടില്ലേ, അതാ ആ ഒരാളെയാണ് അവക്ക് അവളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. കാരണമൊന്നുമില്ല. അത് വിട്, അത് പറഞ്ഞാൽ കുറെ പറയാനുണ്ടാവും. എന്തെങ്കിലും ടൈം കിട്ടുമ്പോൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അവളെ തല്ലുമ്പോ നിന്റെ കൈ മാങ്ങ വയ്ക്കാൻ പോകൂ? എടാ എത്രയോ പ്രാവശ്യം എൻ്റെ തല്ല് വരെ എരന്ന് ചോദിച്ചു വാങ്ങിയവളാള്. അവളെ തല്ലുമ്പോൾ എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഒരുപാട് തവണ ഞാൻ പിടിച്ചു മാറ്റാൻ നോക്കിയതാ. പക്ഷെ അതിനൊക്കെ വീണ്ടും വീണ്ടും അവക്ക് തന്നെയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മാറി നിന്ന് കൊടുത്തതാ. അല്ലെങ്കിൽ ഞാൻ കാരണം അവൾ കൂടുതൽ വേദനിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. എടാ പാവാടാ. അതുകൊണ്ടല്ല, കളിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നും പറയാതെ നിൽക്കുന്നു. അവൾക്ക് അവളുടെ ആകെയുള്ള സന്തോഷം ആ കുറച്ച് മണിക്കൂർ മാത്രമാണ്. അത് കഴിഞ്ഞ വീണ്ടും ഇവിടെ. എത്ര കാലം എന്നറിയില്ല. ഞാനുള്ളിടത്തോളം ഞാൻ അവളെ സങ്കടപ്പെടുത്താൻ അനുവദിക്കില്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവളെയും കൊണ്ട് ഇവിടെ നിറ എന്നെ കൊണ്ട് അതിന് പറ്റും. എന്താണ് നീ മോങ്ങണ? എന്താണ്? അയ്യേ എന്തുവാടേ? അയ്യേ നീ അതൊക്കെ വിട്ടേ, മാറ്റിക്കേ വന്നേ. അവിടെ കയറണ്ട. ഇനിയിപ്പോ ഒന്ന് ലീവാക്കണ്ട. നീ വാ, ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ. വേഗം മാറ്റി വാ. ഞങ്ങളുടെ കഥ വേഗം വാ. ഞാൻ നിന്നെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? ഇപ്പോഴും എനിക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അന്ന് വയ്യാതായപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ട് അമ്മച്ചീനെയാണ്. അത് മാറ്റിയത് നീയാണ്. നിന്റെ വാശി, നിന്റെ ആ നോട്ടം, ലൈസൻസ് ഇല്ലാത്ത ആ നാക്ക്, വിവരമില്ലാത്ത സ്വഭാവം, അതൊക്കെയായിരുന്നു ഈ ഒരു സെക്കൻഡ് വരെ എനിക്ക് നിന്നോട്ടുള്ള ഇഷ്ടം. പക്ഷെ ഇവന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് നിന്ന് നിനക്ക് പുതിയൊരു ലോകം ഞാൻ കാണിച്ചു തരും. ഇത് ദൈവന്റെ വാക്കാണ്. അവൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകം, അതായിരുന്നു അവന്റെ വാക്ക്. അവന്റെ വാക്ക് എന്താവും എന്ന് ഇതിന്റെ അവസാനം നമുക്കറിയാൻ പറ്റും. എന്തായാലും കൂക്കി ദേവിനെ ഇറങ്ങിയ പാടെ നേരെ ഓടിയത് അനീറ്റയുടെ വീട്ടിലേക്കാണ്. ആരും അറിയാതെ, ആരോടൊന്നും പറയാതെ അവള് ബാക്കിലുള്ള ഇടവഴിയിലൂടെ ഓടി അനീറ്റയുടെ വീടിന് മുമ്പിലെത്തി. എന്റെ അമ്മച്ചിയോ കൊന്നാലും ചാവൂല. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അമ്മച്ചി. ബീഫ് ഉണ്ടാക്കിയപ്പോ മൂക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, കൊണ്ടു കൊടുക്കാനും കഴിയത്തില്ലല്ലോ. ഈ സമയത്ത് എങ്ങനെ പുറത്തു ചാടിയേ? കൊന്നാലും ചാവൂല, പക്ഷെ കൊല്ലുന്ന വിധത്തിൽ ചത്ത കിടക്കുന്ന രീതിയിലാക്കി മാറ്റുക. അതിനുള്ള പണിയാണല്ലോ ഒപ്പിച്ച് വെച്ച രണ്ടെണ്ണം കൂടി. ഈ പട്ട പാടി ഇങ്ങോട്ട് മാറിയിരുന്നേ. ഓ ഡയലോഗ് പിന്നെ പറയാം. വേഗം ചോദിക്കോ, നേരം വൈകുന്നേരം പോയി വേഗം 2 കഷ്ണം കഴിച്ചിട്ട് പോയിക്കാം. വേഗം വാ. എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പൊന്നും കഴിച്ചാൽ പോത്തൊന്നുമില്ല.
എടി നിനക്കറിയോ ഇപ്പൊ എന്താ ഉണ്ടായത്? നിന്റെ കയ്യും കാലും പിറക്കുക. ഞാനാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എത്ര പ്രാവശ്യം പോയതെന്ന് അറിയൂ? അതിനിപ്പം നാളെ പരീക്ഷ പേപ്പർ ഒന്നും കിട്ടാനില്ലല്ലോ. അല്ല, പീപ്പു വേണ്ടാന്ന് പറയാൻ മാത്രം വലിയ പേടി എന്ത് പറ്റി? അച്ഛൻ്റെ അടുത്ത് വീണ്ടും കിട്ടിയാ? എടിയാ കെവിൻ തോമസ്. എടി എടി അവൻ സിദ്ധുവിനെ തിരക്കി വീട്ടിലേക്ക് വന്നു. സിദ്ധു ആണെങ്കിൽ അവനെ ഏതോ സച്ചിദേവ് വന്നു പറഞ്ഞിട്ട് വീട്ടിന്റെ അകത്ത് കയറ്റി. ഞാനൊന്ന് അവനെ ചൊറിയാൻ വേണ്ടി അകത്തേക്ക് പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയൊന്നും എന്നെ കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേടി. എന്താ അവൻ നിന്റെ വീട്ടിൽ കയറിയെന്നോ? എടി എടി അവൻ എന്റെ പൊന്നെ പവർ കൊള്ളാലോ. പവറെല്ലാം മിന്നല്. ഞാൻ വില വിളിച്ചു പറയും, മനസ്സിലായില്ല? എടി അവനൊക്കെ അറിഞ്ഞെടി. എടി അതൊന്നും അല്ല ഇവിടത്തെ മെയിൻ പ്രശ്നം. എടി എടി അത് എടി അവൻ എന്തറിഞ്ഞു? അവൻ അറിഞ്ഞപ്പോ എന്താ അറിഞ്ഞേ? നീയും സിദ്ധു തമ്മിലുള്ള ബന്ധം. അതിനിപ്പോ എന്താ? ഓ ഗോഡ്, നീ അവനോട് ഇഷ്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ സിദ്ധുവിനോട് പറയുന്നു പറഞ്ഞിട്ടുണ്ടാവല്ലേ? തമ്പുരാനെ തേങ്ങ ഇനിയിപ്പൊ അതിനായിരിക്കും ഭീഷണിയെ കർത്താവേ. ഓ ശരിയെന്നെ, സിദ്ധുവിനോട് പറയും ചെയ്തു. പക്ഷെ അത് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞതല്ല. എടി ചെടി ആ പൊന്നനെന്നെ ഇഷ്ടാണെന്ന് അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞെടി. ഈശോയേ, അവൻ നിന്നോട് ഇഷ്ടാണെന്ന് പറഞ്ഞ ഇവിടെ എന്തുണ്ടായേ? അല്ല, ഇതിപ്പോ തലേന്ന് കിളി വറക്കുന്ന മാസം വല്ലതും ആണോ? അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിളിയാണല്ലോ തമ്പുരാനെ. ഇവിടെ നിന്നോട് വീട്ടിൽ കയറി വന്ന് നിന്റെ മുഖത്ത് നോക്കി നിന്നോട് ഇഷ്ടാണെന്ന് അവൻ പറഞ്ഞ പെട്ടല്ലേ? അത് മാത്രല്ല, ഒന്നും കൂടെ 2 സമയം തന്നിട്ട് സിദ്ധുവിനോട് എല്ലാ കാര്യം ആദ്യം മുതൽ അവസാനം വരെയുള്ള തുറന്നു പറയും. എന്നിട്ട് ഞാൻ ഓടിച്ചപ്പുറം കിണ്ടിക്കൊപ്പി എന്റെ പുറയിൽ നല്ലോണം വരുന്നത്. എടി എനിക്ക് ഇഷ്ടമല്ലാന്ന് പോയിട്ട് എനിക്ക് എന്നെ കാണുന്ന തന്നെ അർത്ഥമാണ്. ഇവൻ ഇത്രക്ക് സിമ്പിളായിരുന്നു. ഇവൻ എന്താണ് ഇതിപ്പോ? ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് തലേന്ന് ഒഴിവാക്കാൻ നോക്കിയപ്പോ അട്ട പിടിക്കും പോലെ മേലേക്ക് ചാടി വീഴാണല്ലോ തമ്പുരാനെ. ഇതിപ്പോ സിദ്ധു എങ്ങാനും അറിഞ്ഞാ നിന്നെ കൊല്ലൂലേ? അല്ല, നല്ല കഥ. നല്ല കഥയല്ലേ? സിദ്ധു പറഞ്ഞ കൊല്ലു. എന്നെ മാത്രമല്ല നിന്നെ. ഞാൻ പറയൂ, എനിക്ക് ഈ ഐഡിയ പറഞ്ഞത് നീയാണ്. അങ്ങനെ അപ്പൊ നീ മാത്രം ഒറ്റയ്ക്ക് സൂക്ഷിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. ആ വേണമെങ്കിൽ ഒരുമിച്ച് ചാവാൻ ഞാൻ എന്തോന്നടി നിന്റെ ഭർത്താവോ? ഒന്ന് പോയടി. എന്റെ അമ്മച്ചിയുടെ ബീഫും കറിയൊക്കെ ഉണ്ടാക്കിട്ട് എന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നോട് ഇത് വന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? നിനക്ക് മനസാക്ഷി ഉണ്ടോടി? ഇനി ഞാനിപ്പോ എങ്ങനെ അത് തിന്നു? ഞാനില്ലെങ്കിൽ വേറെ ആരത് തിന്നാനാ? ഞാൻ പോവുക. ആ കുരുപ്പ് പെണ്ണത് തീർക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ. നീയായി നിന്റെ പാടായി നിന്റെ കാര്യമായി. ഞാൻ ഇടയ്ക്കില്ല. ഭർത്താവല്ല ഭാര്യ. പെണ്ണുപിളെ, നിന്റെ വായിരിക്കുന്ന മൊത്തം നീ കേൾക്കും. മര്യാദയ്ക്ക് ഒരു ഐഡിയ പറഞ്ഞോ, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോയാൽ മനസ്സമാധാനം കിട്ടൂല. എനിക്കിനി കക്കൂസ് പോവാൻ വയ്യ. നീ എടി എന്തേലും ഒന്ന് പറ. ഞാൻ എന്താ സിദ്ധുവിന്റെ അടുത്ത് പറയാ? ഞാൻ എല്ലാ കാര്യം തുറന്നു പറഞ്ഞാലോ? എല്ലാവരും എനിക്ക് വേറെ പാടിയില്ല. ഇതിപ്പോ നിന്നവന് ഇഷ്ടായതിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കിയ പ്രശ്നം കഴിഞ്ഞില്ലേ? നീ തൽക്കാലം സിദ്ധുവിനോടൊന്നും പറയണ്ട. ഈ 2 ആഴ്ചയുടെ ഉള്ളിൽ അവനെ എങ്ങനെയെങ്കിലും തേക്കാൻ നോക്കും. എന്തേലും ഒരു കാര്യം കിട്ടാ അപ്പൊ പറഞ്ഞോ. നിന്റെ സ്വഭാവം എങ്ങനെയാണോ? നീ ഇത്രയ്ക്ക് വൃത്തിയിട്ടവനാണോ? എനിക്ക് നിന്നെ വേണ്ട. എന്ത് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് തേക്കാൻ നോക്ക്. അല്ലാണ്ട് വേറെ വകുപ്പൊന്നുമില്ല മോളെ. ഇത് സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞാൽ നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. കല്യാണം കഴിക്കട്ടെ. എന്തോന്നത്? നീ ഇപ്പൊ ചെയ്യേണ്ടത് ഇത് മാത്രം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് അവൻ അങ്ങോട്ട് തേക്ക്. ഇഷ്ടാന്ന് പറയാൻ എളുപ്പല്ലായിരുന്നു. തേക്കാൻ അത്ര എളുപ്പമല്ല. ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വരണം. എന്തെങ്കിലും ഒരു കാരണം കിട്ടും. ആ കാരണത്തെ കേറി പിടിച്ചങ്ങ് തൂങ്ങിയേക്കണം. മനസ്സിലായോ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടി? പറയാൻ നല്ല സുഖോ? നിനക്ക് അവന്റെ സ്വഭാവമൊക്കെ അറിയുന്നതല്ലേ? അവന് ഇഷ്ടാണെന്ന് പറഞ്ഞത് എങ്ങനെയാന്ന് നിനക്കറിയോ? എന്നെ തല്ലാൻ വരുന്ന പോലെയാ. അത് പേടിച്ചിട്ട് പറഞ്ഞ മനസ്സിലാവില്ല. അവനോട് ഞാൻ ഇഷ്ടമല്ലാന്ന് പോയി പറഞ്ഞാല് അവനെന്നെ തൂക്കിയെടുത്തെറിയൂലേ?
എനിക്ക് നല്ല പേടിയില്ല. എന്നാലും ഇനി അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അയ്യോ, സിദ്ധു എങ്ങാനും അറിഞ്ഞ എന്നെ കൊല്ലും. ഓഹോ, ഇനിയിപ്പൊ ഇതാലോചിച്ച് തല പൊക്കിക്കണ്ട. അതിനല്ലേ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. ഇത് പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ഐഡിയ നോക്കാം. അതും പറ്റിയില്ലെങ്കിൽ അടുത്ത ഐഡിയ. ലാസ്റ്റ് കൈ സിദ്ധുവിന്റെ കാലിൽ അങ്ങോട്ട് വീഴാം. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് അറിയിക്കാണ്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് അങ്ങോട്ട് പറയാം, കൊല്ലത്തൊന്നും ഇല്ലല്ലോ, ഇതെന്തോന്നത് അവരബദ്ധം പറ്റി പോയതല്ലേ, അങ്ങോട്ട് ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. എന്നാ ചെല്ലു നീ. നേരം വൈകിട്ട് നീന്റെ പേരിൽ തല്ലിട്ടാൻ നിൽക്കണ്ട. അല്ല, കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ ബീഫ് ഇരിക്കുന്നു. ഇനിയിപ്പൊ എന്തായാലും ഈ വഴി വരെ വന്നില്ല. ഇനിയിപ്പൊ അത് കഴിക്കാണ്ട് പോണ മോശമല്ലേ. വാ, നടക്ക്. അയ്യേ, എന്ത് സാധനോടി, നടക്ക്. ഡി എന്തോന്നു ഇവിടെ വന്ന് പരിക്ക് കളിക്കുന്ന എന്താണ്? പരി തറ്റിയാര് ഞാനാ? എന്തിന്? പിന്നെ എനിക്ക് വട്ടാണ്. ഞാൻ ചുമ്മാ അവിടെ വന്നു. എന്തേനു? ഒന്നുമില്ലേനു. എന്താടി ഒരു കള്ളക്കളി? എന്താണ്? എനിക്കെന്നോട് വല്ലതും ചോദിക്കാനോ പറയാനോ എന്തേലും ഉണ്ടോ? എന്ത് ചോദിക്കാനും പറയാനും? എന്റെ മഹത ആ കാലമെല്ലാം പറഞ്ഞു. ഇവൻ എന്തായി ചോദിക്കുന്ന? ഞാനിപ്പോ എന്താ പറയാ? അയ്യോ, അല്ല, അവൻ അറിഞ്ഞതിന് ഞാൻ പറഞ്ഞിട്ടാണോന്ന് നിനക്ക് വല്ല ഡൗട്ടും ഉണ്ടോ? അതാ ഞാൻ ചോദിച്ചേ. അവനിങ്ങോട്ട് വന്ന് കയറി അറിഞ്ഞോ, അല്ലാണ്ട് ഞാൻ പറഞ്ഞൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പേരിലാണ് അവൻ ഇനി ഇവിടെ അറിയപ്പെടാൻ പോകുന്നത്. ഇനി നീയായിട്ടത് മാറ്റാൻ നിൽക്കണ്ട. അതെങ്ങാനും മാറ്റിയ എന്റെ സ്വഭാവം അറിയാലോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും അറിയല്ലോ. ഇനിയിപ്പൊ എന്തായാലും അറിയും. അറിയുമ്പോ ഇങ്ങനൊക്കെ തന്നെ ആയാ മതി. അല്ല, ഞാൻ അവരോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. എന്തറിയൂന്ന്? നീ എന്തോ നടി പറയുന്നു? എനിക്ക് വേറെ പണിയുണ്ട്. നട്ടപ്പാതിരിക്ക് ഭ്രാന്ത് പറഞ്ഞ് നടക്കുക. നീ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. കഴിക്കാൻ വിളിച്ചപ്പോ എനിക്ക് വയറുവേദനയായിരുന്നു. അതുകൊണ്ട് കിടന്നു. ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ ചീത്ത. അതുകൊണ്ട് വേണ്ട, ഞാൻ കിടക്കാൻ പോവാ. ഇല്ലടി, അളക്ക് എന്നാ പോയി കഴിച്ചു. ആരും കാണണ്ട. റൂമിലേക്ക് കൊണ്ടുവയ്ക്കോ. ബീഫോ? തരക്കേടില്ലല്ലോ. എന്നും ഉണ്ടായാ മതി, അത്രേ ഉള്ളൂ. എടാ, നീ കഴിച്ചോ? ആടി, ഞാൻ കഴിച്ചു. നീ കൊണ്ടുവയ്ക്കോ. ചെല്ല്, റൂമിലേക്ക് വയ്ക്കോ. കഴിച്ചോ? കൈ കാട്ടടാ. ഇടത്തെ കൈയല്ല, വലത്തെ കൈ. മണത്തോക്കട്ടെ. ചുമ്മാ കള്ളം പറയുന്നേ. ഇതൊന്നും മണക്കുന്നില്ലല്ലോ. ഇത് നീ നിനക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിയല്ലേ. ഞാൻ കഴിച്ചിട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ തലയിലേക്ക് ഇരുന്നു. വാ, ഒരുമിച്ചിരിക്കാം. മണത്തെ കണ്ടുപിടിക്കുന്ന നായയാണ്. എന്ത് ജന്മോടി. വേണമെങ്കിൽ ഇന്ന് കഴിച്ചു, എനിക്ക് വിശക്കുന്നില്ല. പിന്നെ ഞാൻ എന്തായാലും വാങ്ങണ്ടേന്ന് വിചാരിച്ചു വാങ്ങിയതാ. എനിക്ക് വേണ്ടാത്തോണ്ടാ. നീ കൊണ്ടുപോയി കഴിച്ചോ. വിശപ്പില്ലെങ്കിലും നീ ഇത് കഴിക്കും. നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് കഴിക്കും. റൂമിലേക്ക് നടക്കടാ. എന്തോന്നാടി നടക്കുന്നാട് അങ്ങോട്ട്. ഇതും പിടിച്ച് ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഇനി അതിന് നടയടി കളണ്ടി വരും. നടന്നോ. നീ എന്തോന്നാടി പശു ചാണകിടാൻ കളിക്കുന്ന കളി കളിക്കുന്നേ? എന്താ സംഭവം? നടക്കണില്ലേ കൊച്ചേ? ക്ലാസ് കേറണ്ടേ? ടൈമായില്ലേ? വാ. എനിക്ക് പേടിയാവുന്നടി. ഇതുവരെ ഞാൻ ഈ സ്കൂളിൽ മുമ്പ് കിടന്നിട്ട് ഇങ്ങനെ പരിങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ എന്നെ ഇടിക്കുന്നു. എനിക്ക് വയറുവേദന എടുക്കുന്നു. എനിക്ക് പിന്നെയും ബാത്റൂം പോവാൻ തോന്നുന്നു. എനിക്ക് അവന്റെ മുമ്പ് പോയി നിൽക്കാൻ പേടിയാവുന്നടി. ഞാൻ വീട്ടിൽ പോട്ടെ, സുഖമില്ലാന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറ്റൂല, എനിക്ക് പേടിയാവുന്നടി. എടി, നീയൊന്ന് നടന്നേ അങ്ങോട്ട്. എത്ര കാലം പേടിക്കാനാ? നമ്മൾ അതിനൊരു ഐഡിയ കണ്ടുപിടിച്ചില്ലേ? അതിനനുസരിച്ച് അങ്ങോട്ട് ചെയ്താ മതി. വേറെ ഒന്നുമില്ല. നടക്കങ്ങോട്ട്. എല്ലാരും പോയി, ആരും ഇല്ല പുറത്ത്. വേ നടക്ക്. ഒന്നാടെ